ഇത് ദിൽഹരി ചാമ്പയാണ് കേട്ടോ. നല്ല മെറൂൺ ഷെയ്ഡ് ആയാലാണ് ഇതിന് കറക്റ്റ് ഉള്ളിൽ ആ റെഡ് കളർ കയറി വരുള്ളൂ. അതുകൊണ്ട് നമ്മള് അതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കുവാണ്. ഇത് കഴിക്കാൻ പറ്റില്ല എന്നുണ്ട്. ഇത് ഇതിനു വേണ്ടി തന്നെ വരുന്ന കവറാണെന്നാണ്. നമ്മള് പേരയ്ക്കും ഒക്കെ ഇത് യൂസ് ചെയ്യണത്. ഓ, അപ്പൊ ഇതാണ് കറക്റ്റ് ഡെല്ലാരി. ഇതിപ്പം തന്നെ ലെയർ ചെയ്തെടുക്കണതായിക്കോളൂ. അങ്ങനെ ഇവിടെ കൊടുക്കാനുണ്ടല്ലേ? കൊടുക്കാനുണ്ട്. ഇതല്ല നിങ്ങളെ മറ്റേ ജാതി, ഈ ഫാബ് അല്ലേ, മഴത്തുള്ളി പോലത്തെ ജാതി, ഇതിന് തൈക്കലുണ്ട് അവിടെ. സീഡ്ലെസ് ലെമണാണോ? എത്ര വലിപ്പം? പക്ഷെ ഇത് നല്ല വലിപ്പമുണ്ട്. അതെനിക്ക് തോന്നി മണ്ണിൽ നട്ടകാരനായിരിക്കും അല്ലേ, മീൻ കിട്ടണേക്കാളും. ഇതിപ്പോ വെള്ളം കലക്കണമെങ്കിൽ ഒരു ഇതിന്റെ പകുതി പോലും വേണ്ടല്ലോ. ഇതാണ് ഇപ്പൊ തായ്ലൻഡ് റെഡ് ചാമ്പ. ഇതിന്റെ മാക്സിമം വലിപ്പമാണോ അത്? അല്ലല്ല, ഇതിലും വലിപ്പം പറ്റും. ഈ പ്രാവശ്യം ചെറുതായി കുറച്ച്. ഇതിപ്പോ 3 സീസൺ ആയതുകൊണ്ട് 3 പ്രാവശ്യം ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഒരു ഉമ്മർച്ചാമ്പടൊക്കെ പോലെ അല്ലേ? ഉമ്മർച്ചാമ്പേനേക്കാളും വലിപ്പം വയ്ക്കുന്നുണ്ട് ഇത് സാധാരണ. വീണസുബ്രർലിയാണ്. ഇതിപ്പോ കാച്ചിട്ട് 2 വർഷമായി. ഇത് അടിയിലേക്ക് മുട്ടി കിടക്കണതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഇതിന് താങ്ങൊന്നും കൊടുക്കാത്ത. അല്ലെങ്കിൽ നമ്മൾ താങ്ങ് കൊടുക്കണം, അല്ലെങ്കിൽ വീണസുബ്രർലി പെട്ടെന്ന് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. നമസ്കാരം, ഞാനിന്ന് പെരുമ്പാവൂരിനടുത്താണ് നിൽക്കുന്നത് കേട്ടോ. പെരുമ്പാവൂർ പായിപ്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, അതായത് മൂവാറ്റുപുഴ അല്ലേ, മൂവാറ്റുപുഴയ്ക്കും പെരുമ്പാവൂരിനിടയിൽ പായിപ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ 8 മാസം മുമ്പ് ഞാനിവിടുത്തെ 2 വീഡിയോ ചെയ്തായിരുന്നു. 8 മാസത്തിന് ശേഷം ഈ സ്നേഹ ഓർഗാനിക് ഗാർഡനിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. ചേച്ചി വരുന്നോ? മൃദുല. ഇത് ഗ്രീൻ ചാമ്പ, തായ് ഗ്രീൻ. ഇതാണ് ഭയങ്കര മധുരമുള്ള കരിമ്പിന്റെ മധുരമുള്ള ചാമ്പാന്നോ? അതെ, നല്ല വലിപ്പം വരുന്നോണോ അല്ലേ? നല്ല വലിപ്പം വരും. എന്റെ തൈക്കൾ ഇവിടെ ഉണ്ടോ കൊടുക്കാൻ? ലെയർ ചെയ്തേക്കണ കൊറേ കാഴ്ച ഉണ്ടല്ലേ? നന്നായിട്ട് പിടിച്ചതായിരുന്നു. ആ ടൈമില് ഭയങ്കര ഒരു വെയിൽ വന്നപ്പോ പെട്ടെന്ന് അങ്ങ് എല്ലാം കൊഴിഞ്ഞു. ഇത് തായ്ലൻഡ് ആണോ? തായ്ലൻഡ് ജംബോ ഗ്രീൻ അങ്ങനെ എന്തോ ഒരു ചാമ്പയുടെ ഒന്നും ഉണ്ടത്. നന്നായിട്ട് ഉണ്ടാവുണ്ടല്ലേ? നല്ല ടേസ്റ്റും ആണ്. നല്ല ചാമ്പ. വേറെ ഗ്രീൻ ചാമ്പ നമുക്കുണ്ട്. അത് ടേസ്റ്റ് അല്ല, ഉള്ളിങ്ങനെ പൊങ്ങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇതങ്ങനെയല്ല. ഇതിന്റെ എങ്ങനെ ലെയർ ചെയ്തേക്കുന്ന ഇപ്പൊ കൊടുക്കാനുള്ള എത്ര അടി ആയിട്ടുണ്ട് തൈക്കള്? ഒരു 1.5 അടിയൊക്കെ ഉണ്ടാവും. 1.5 അടി ഉണ്ടാവും അല്ലേ? നിങ്ങൾ തന്നെ ലെയർ ചെയ്തേക്കണം? നമ്മൾ തന്നെ ചെയ്തേക്കണം. ഓക്കെ. അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു പുതിയ ഏരിയ ഉണ്ട്. ഇവിടെ കുറേ ഡ്രമ്മുകളുണ്ട്, പിന്നെ മാവുകളൊക്കെ, വലിയ മാവുകളുണ്ട്. ഇത് ഹൈ റേഞ്ച് ഫ്ലോറയാണ് ചാമ്പ. ഹൈ റേഞ്ച് ഫ്ലോറ. ഇത് പൂത്ത ചാമ്പ തന്നെയാ കേട്ടോ. പിന്നെ ഇത് ഉമ്മർചാമ്പയാണ്. ഉമ്മർചാമ്പ നമ്മള് ഡ്രമ്മിലും സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ നിലത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ തൈകളുണ്ട് അവിടെ? ഇതിന്റെ എല്ലാം തൈകളുണ്ട്. ലെയർ ചെയ്തേക്കണം. ലെയർ ചെയ്തേക്കണം. ഇതോ? പിന്നെ ഇത് റൂബി ചാമ്പ, റെഡ് റൂബി. ഇതും കാഴ്ചതാണ്. ഇപ്പൊ കായ കിടക്കുന്നുണ്ട്. ഇതേതാ മാവ്? മാവ് കോട്ടൂർക്കോണം. ഇത് കൊടുക്കാനുള്ള ചെടികളാ? ഇത് കൊടുക്കാനുള്ള പ്ലാന്റുകൾ. ബോർഡൊക്കെ മാറ്റിയല്ലോ. സ്നേഹ ഓർഗാനിക് ഫാം അല്ലേ? ഇത് മാനാറി അല്ലേ? മാനാറി വായ്പയാണ്. ഇതൊക്കെ ഏതാ മാവുകൾ? ഇതെല്ലാം കൊടുക്കാനുള്ള നിങ്ങൾ വെറുതെ ഷോക്ക് വേണ്ടി വെച്ചേക്കണത്? അല്ല, ഇതെല്ലാം കൊടുക്കാനുള്ളതാ. അതെ. ഇത് നീലമാണ്. നീലം കോട്ടൂർക്കോണവും ആണ് ഈ മാവുകളെല്ലാം. ഇത് ചെറുനാരകം. ചെറുനാരകം കാച്ചതാ. ഇത് യെല്ലോ പപ്പായ ആണ്. അതാ മലേഷ്യൻ എന്ന് പറയുന്ന മലേഷ്യൻ നീളത്തിലുള്ള അല്ലേ? നീളത്തിലുള്ളത്. ഇത് നമ്മൾ ചെരിച്ച് പ്ലാന്റ് ചെയ്തേക്കണ കാരണം ചെറുതായിട്ട് നിൽക്കുന്നതാ. ഇതിപ്പോ പൂ വന്നു തുടങ്ങി. ഇവിടെ പൂ വന്നു തുടങ്ങി. ഇതാ ഈ മാവാ? ഇത് ഗോൾഡൻ നാംടോക്കി ഗോൾഡ്. ഇത് മദർ പ്ലാന്റ് ആയിട്ട് വെച്ചേക്കണല്ലേ? മദർ പ്ലാന്റ് ആണല്ലേ? ഇത് ഗോൾഡൻ ആത്ത. മറ്റേ സീതപ്പഴം. കട്ട് ചെയ്ത് വിട്ടിട്ട് പൂ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് മറ്റേ സ്ട്രോബെറി പേര. ഇത് പൂത്തു തുടങ്ങി. യെല്ലോ പെട്ടെന്ന് പൂക്കുന്നോണല്ലേ? ഇതിപ്പോ വച്ചിട്ട് ഒരു 6 മാസം ആയില്ല, 3 മാസം അത്രേ ആയിട്ടുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് കുറേ ഉണ്ടല്ലോ ഏരിയ. ഇതൊക്കെ മാവിന്റെ ആണോ കൂടുതൽ? ഇത് ലോങ്ങനോ? ഇത് ലോങ് 4 സീസൺ. ഇതെല്ലാം 4 സെയിലാണെന്ന് തോന്നുന്നു അല്ലേ? കൊടുക്കാനുള്ള മാവുകളാണ്. അത് നമ്മള് കട്ട് ചെയ്ത് ഇതിനെ ബുഷ് ആക്കാൻ വേണ്ടിട്ട് കട്ട് ചെയ്ത് ബുഷാക്കി കൊടുക്കാം. ഇതിൽ കുറെ മാവുള്ള റെഡ് പൾമർ,
വേറെ എന്തുള്ളത്? ബനാന ഉണ്ട്, ലങ്കര, മഹാചാനോക്ക്, ബാരി 1, ബാരി 11, ബാരി 4, കാലാപ്പാടി, കൊളമ്പ്, അതിന്റെ പല സൈസിലുള്ള പ്ലാന്റുകളുണ്ട് കേട്ടോ. വലിപ്പല്ലേ? അതിനിടയിൽ ലോങ്ങൻ ഉണ്ട് കേട്ടോ. ലോങ്ങൻ, ചൈനീസ് ലോങ്ങൻ ഉണ്ട്, സീഡ്ലെസ് ലോങ്ങൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഇത് സാധാ ചെറുനാരങ്ങ? അല്ല, ഇത് റെഡ്. അതെ, കായ്ച്ചത് ഇവിടെ? ഇല്ല, കാച്ചില്ല. ഇതോ പർപ്പിൾ ഗുവയാണല്ലോ. പർപ്പിൾ ഗുവ. ഇത് കായ്ച്ചിട്ടില്ലല്ലോ? ഇല്ല ഇല്ല. റെഡ് നെല്ലി. ഇതൊക്കെ എന്താ? ഇത് റെഡ് പാമലോ അല്ലേ? ഇത് റെഡ് പാമലോ. ഇത് നാഗ്പൂർ ഓറഞ്ച്. ഇതൊക്കെ ഓറഞ്ച്. ഇത് ചൈനീസ് ഒന്നുമല്ലേ? ചൈനീസ്. ഇത് സീഡ്ലെസ് ലെമൺ. ഓക്കെ, ഇതൊക്കെ മാവുകൾ അല്ലേ? ഇനിയിപ്പോൾ അങ്ങോട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് പറഞ്ഞാൽ മതി എന്തൊക്കെയാണെന്നുള്ളത്. മാവുകൾ തന്നെയാണല്ലോ? ഇല്ല, മാവുണ്ട്, സപ്പോട്ടയുണ്ട്, പിന്നെ നാരകത്തിന്റെ വെറൈറ്റികളുണ്ട്, ഓറഞ്ചിന്റെ വെറൈറ്റികളുണ്ട്, ബേറാപ്പിളുണ്ട്, ആത്ത, പേര. അതെന്താ പൈനാപ്പിൾ? അത് പൈനാപ്പിൾ. ഏതാണ്? മെഡൂസ ആണല്ലേ? കൊടുക്കാനുള്ളതാണ്? കൊടുക്കാണ്. ആ പ്ലാവോ? വിയറ്റ്നാമാണോ? വിയറ്റ്നാം ഉണ്ട്, സീഡ്ലെസ് ഉണ്ട്, ഗംലെസ് ഉണ്ട്, എവിയാർക്ക് ഉണ്ട്. പിന്നെ റെഡ്, വിയറ്റ്നാമിന്റെ റെഡ് ഉണ്ട്, J33 ഉണ്ട്, സിദ്ധു ഉണ്ട്. പ്ലാവ് ഒരു ഇതുണ്ട് ഇപ്പൊ അല്ലേ? ഇപ്പൊ ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്നിട്ട് എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട്. കൊറിയർ തുടങ്ങി ഞങ്ങള്? അതെ, തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. ആ കാഴ്ചക്ക് എന്താ ചെറുനാരങ്ങ? ബുഷ് ഓറഞ്ച്. സാധാ ബുഷ, പുളിയില്ല? ഇത് വീറ്റ്നാം സൂപ്പർ എർലി. ഇതിപ്പോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും? വീടുകളിലോട്ട് എത്തിച്ചു കൊടുക്കും അല്ലേ? ഇതൊക്കെ ഇത് വന്നല്ല പോളം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ പപ്പായ ഉണ്ട്, പിന്നെ പ്ലാവിന്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇത് സിന്ദൂർ രേഖ. ഇതേതാ സപ്പോർട്ട്? ഇത് കലാപതി. പിന്നെ തായ് ജംബോ. ഇത് കൊടുക്കാനുള്ള പ്ലാന്റ്സ് ആണ് ഈ ഡ്രമ്മിൽ? ഡ്രമ്മിൽ കൊടുക്കാനുള്ള അല്ല, മദർ പ്ലാന്റ് ആണല്ലേ? മറ്റേ ഗ്രോ ബാഗിൽ ഇരിക്കുന്നതെല്ലാം കലാപ്പാടി. ഇതെന്താ ഈ സാധനം? സീഡ് ലൂബിയ? സീഡ് ലൂബി, വലിയ സീഡ് ലൂബി കേട്ടോ. എല്ലാറിന്റെ അല്ല. ഇതിന്റെ തൈകളുണ്ടോ കൊടുക്കാനോട്? തൈകളുണ്ട്. അവിടം വരെ ഉണ്ടല്ലോ, ഏറ്റവും വരെ ഉണ്ടല്ലോ. അത് ക്രിക്കറ്റ് ബോൾ സപ്പോട്ട, പിന്നെ J33 പ്ലാവ്. ഇതേതാ ഈ പപ്പായ? ഇത് റെഡ് ലേഡി. ഇത് ചെറിയ ഇതിൽ തന്നെ കഴിക്കൂലേ? പൊക്കം കുറവിൽ തന്നെ കഴിക്കൂലേ? ഇത് നമ്മൾ ചെരിച്ച് പ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഇത് പൊക്കം കുറഞ്ഞിരിക്കുന്നത്. നമ്മള് മണ്ണിൽ വയ്ക്കുമ്പോ തന്നെ ചെരിച്ച് പ്ലാന്റ് ചെയ്യും. അപ്പൊ അത് വെയിലിന്റെ സ്ഥലത്തേക്ക് വളഞ്ഞ് വന്നോളും, വെയിലുള്ളിടത്തേക്ക്. അന്നേരം അത് താഴ്ത്തുന്നേ കാഴ്ച തുടങ്ങും. നല്ല വലിപ്പം വരില്ലേ പപ്പായ? ഇവിടെ ഒരു പപ്പായ കൂടി ഉണ്ട്. ഏതാ? പോളണ്ടിന്റെ പപ്പായ. പോളണ്ടോ? അതെ. ഇതേതാ? ഇത് സപ്പോർട്ട്? ഇത് ക്രിക്കറ്റ് ബോൾ. ചുപ്പ ചുപ്പ. എന്ത് ഫ്രൂട്ടാണോ? അതല്ലേ? ശരി. ചുപ്പ. ഇത് വീറ്റ്നാം സൂപ്പർ എർലി കാച്ചെടുക്കല്ലോ. വീറ്റ്നാം സൂപ്പർ എർലി ആണ്. ഇതിപ്പോ കാച്ചിട്ട് 2 വർഷമായി. ഇത് അടിയിലേക്ക് മുട്ടി കിടക്കണതുകൊണ്ട് എന്നിട്ട് നമ്മൾ ഇതിന് താങ്ങൊന്നും കൊടുക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ താങ്ങ് കൊടുക്കണം, അല്ലെങ്കിൽ വീറ്റ്നാം സൂപ്പർ എർലി പെട്ടെന്ന് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എത്ര നാളായി ഈ പ്ലാന്റ് വെച്ചിട്ട്? ഇവിടെ 2 വർഷമായിട്ടുള്ളൂ. പ്രത്യേകിച്ച് സീസൺ ഒന്നും ഇല്ലല്ലോ, ചക്ക ഉണ്ടായിക്കോളൂ. വീറ്റ്നാം സൂപ്പർ എർലി പിന്നെ നമുക്ക് ഒത്തിരി നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചക്ക ഉണ്ടാവുന്നുണ്ട്. ഇതേതാ റംബൂട്ടാനത്? സീസർ പൂത്തുന്നോണം അല്ലേ? ആദ്യം പൂവുണ്ടല്ലോ. നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇപ്രാവശ്യം. ഇത് ആദ്യമായിട്ട് ഇപ്രാവശ്യം പൂക്കണത്. സീസർ എന്ന് പറഞ്ഞാൽ വലിയ ടൈപ്പ് അല്ലേ? വലിയ ടൈപ്പ്, 10-100 കിലോ വരുന്നേ. ഇതിന്റെ തൈകളുണ്ടോ? ഇതിന്റെ തൈ ഉണ്ട്. കൂടുതൽ നിങ്ങൾ ഇവിടെ തന്നെ ലെയർ ചെയ്യുന്ന തൈകളാണോ? കൂടുതലും ചെയ്യുന്നത്. ഇതിപ്പോ നമ്മള് സീസണിന്റെ തൈ നമ്മള് എടുത്തിരുന്നത് മറ്റേ അതിന്റെ അവാർഡ് കിട്ടിയ ചേട്ടനില്ലേ, എബ്രാൻകുട്ടി, ആ ചേട്ടൻ്റെ അടുത്തുനിന്നാ ഇപ്പൊ തൈ കൊണ്ടുവന്നിരിക്കുന്നത്. മാവുകൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കൂടുതലും നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് സെയിൽ ചെയ്യുകയാണ് ചെയ്യാറ്. നല്ല ബുഷാക്കി സെയിൽ ചെയ്യും. ഇതിപ്പോൾ ഇതിൽ ബനാന റെഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പിന്നെ റെഡ് പാമറുണ്ട്, കാലാപ്പാടി, കൊളമ്പ്, പിന്നെ കോട്ടൂർക്കോണം, അങ്ങനെ
ആപ്പിൾ മാങ്കോ. ഇതൊക്കെ എല്ലാം നമ്മൾ കൊടുക്കാനുള്ള റെഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണല്ലേ? അതെ അതെ, 40ഓളം വെറൈറ്റി ഉണ്ട് മാവുകളുടെ. പിന്നെ വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, അതായത് പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ട്മാറ്റ് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മാറ്റുകൾ വിരിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഒന്ന് വിളിച്ചിട്ട് വേണം വരാമെന്ന് പറയാറുണ്ട്. നമ്പർ ഒന്ന് പറഞ്ഞേക്കാം എന്തായാലും. 94 95 15 92 69. വാട്സപ്പ് സെയിം നമ്പർ അല്ലേ? സെയിം നമ്പർ. ഓക്കെ. ഈ വലിയ മാവുകളില്ലേ, ഈ മാവുകൾ ഒരു ഉദ്ദേശമൊക്കെ എത്ര വില വരുന്നുണ്ട്? 200 300 ആ റേറ്റ് ഒക്കെ വരണുള്ളൂ. അത്രേ ഉള്ളൂ ഹൈറ്റ് ഉള്ള മാവുകൾ അല്ലേ? ശരി. പിന്നെ കൊറിയർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൊറിയർ ചാർജുകളും കൂടും, അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിലത്തെ റേറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഒരു 100 രൂപ മുതലൊക്കെയുള്ള മാവുകളുണ്ട് ഇവിടെ. അതിന് മേളിലേക്കുള്ള മാവുകളൊക്കെ ഉണ്ടല്ലേ, ചെറിയ മാവുകൾ. അതുപോലെ പ്ലാവുകളുണ്ട് കേട്ടോ, 100-150 മുതൽ അതിന്റെ വലിപ്പം അനുസരിച്ച് വ്യത്യാസം വരും. പ്ലാവുകൾ 80 തൊട്ടുണ്ട്. അതല്ല, വീട്ടിന സൂപ്പറിലൊക്കെ ചെറിയ 80 രൂപ മുതലുണ്ട്. 55-60 ഒക്കെ വരുന്നത് ഉണ്ടായിരുന്നു, അതിപ്പോ തീർന്നു. ഇപ്പൊ 80 തൊട്ടുള്ളതായിരിക്കുന്നത്. ശരി. വാങ്ങി നമുക്ക് നിങ്ങൾ ഇതെല്ലാം ഒരു വീട് കേട്ടോ, അവിടെ വീടിന്റെ പുറത്തുള്ളൊരു ഭാഗമാണ് ഇപ്പൊ കണ്ടത്. ഇത് എന്താ ഈ ചാമ്പത് പ്രൂൺ ചെയ്ത് വെച്ചേക്കണോ? ഇത് തായ്ലൻഡ് റെഡ് ചാമ്പയാണ്. ഇത് നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ വലുതായിട്ട് ലെയർ ചെയ്തെടുത്തതാണ്. ഇത് വേറെയും പ്ലാന്റ് ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. ഈ 2 കൂടിയാണ് ഇനി ഇരിക്കണുള്ളൂ. ഇത് നല്ല സ്വീറ്റാണോ, മധുരമുള്ളതാണോ? നല്ല മധുരമുള്ളതാ. അതിപ്പോ നമുക്ക് നല്ല മധുരമാണ്. ചിലര് പറയും തായ്ലൻഡ് ചാമ്പ അത്ര ടേസ്റ്റ് ഇല്ലാന്ന്, പക്ഷെ ഇവിടെ വന്ന് കഴിക്കുന്നവർ ഇതിന്റെ ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. അതെന്താണെന്നറിയോ, ചില ക്ലൈമറ്റിന്റെയും ചില വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ച് പിന്നെ വെള്ളം കൂടുതൽ നനച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും. ശരി, നമ്മൾ അധികം നന കൊടുക്കാറില്ല. ഡ്രാഗൺ ഇത് മലേഷ്യ റെഡ്. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ വന്ന ഡ്രാഗൺ ആണെന്നുള്ളത്. ഇത് പൂക്കുന്ന സമയം ഇപ്പൊ ഇല്ല, അടുത്ത മാസമാണ് ശരിക്കും സീസൺ സ്റ്റാർട്ട് ചെയ്യണേ. പൂത്തല്ലത് ഇതാ വലിയ വലിപ്പമുള്ള അല്ലേ, നല്ല വലിപ്പമുള്ള. എന്റെ കട്ടിങ്സ് ഒക്കെ കൊടുത്തായിരുന്നല്ലോ, ഇപ്പൊ ഉണ്ടോ? അത് ഇത് റൂബി ലോങ്. റംബൂട്ടാൻ NIT നിറച്ച് പൂത്തിട്ടുണ്ട്. ഇതോ അഭിഷേകിക്ക് സീസൺ കഴിഞ്ഞല്ലേ ഇപ്പൊ, എന്നിട്ട് കായ ഉണ്ടാവുമ്പോ എവിടെ കായ ആയി തുടങ്ങിയല്ലേ? അത് 3ാമത്തെ ട്രിപ്പാണല്ലേ? ഇത് നിപ്പിളാണല്ലോ അല്ലേ? അതെ, ഇന്ന് കൂർത്ത് വരുന്നുണ്ടല്ലോ ഇവിടെ. Z4 നിപ്പിൾ അല്ലേ? എങ്ങനെ ടേസ്റ്റ്? നല്ല ടേസ്റ്റ്, നല്ല വലിയ മരമായി അല്ലേ? ഇത് ഏതാ കുരുമുളക്? ഇത് കൈരളി. ഇതാണ് കറക്റ്റ് പാകിസ്ഥാൻ മൾബറി അല്ലേ? നല്ല ഫിംഗറിൻ്റെ മാതിരി വരുന്നത്. ഇത് മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിൻ ഇതൊരു 16 വർഷം ആയ പ്ലാന്റ് ആണ് കേട്ടോ. 16 അല്ലേ? ഇത് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കായ്ച്ചതായിരുന്നു. ഈ പ്രാവശ്യം അപ്പൊ കായ്ക്ക് വലിപ്പം കുറവായിരുന്നു. ഈ പ്രാവശ്യം കായ കുറവാണ്, പക്ഷെ കായ്ക്ക് നല്ല വലിപ്പം വെക്കുന്നുണ്ട്. ഇതെല്ലാം സ്പെഷ്യൽ വെറൈറ്റീസ് ആണോ? അല്ലല്ലേ, നോർമൽ മാംഗോസ്റ്റിൻ തന്നെയാണ്. E35 യെല്ലോ റംബൂട്ടാൻ. E35 കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് വന്നോണ് പറിച്ചിട്ടുണ്ടോ? അതെ, നിറച്ച് കായ്ക്കും, നന്നായിട്ട് കായ്ക്കും. ഞാൻ അതൊരു മൈനസ് പറയാനുള്ളത് ഇതിന്റെ സീഡ് ഇത്തിരി വലിപ്പം ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്, നല്ല മധുരം നല്ല. ഈ മാവി നിൽക്കുന്നത് ഇത് മൂവാണ്ടര മാങ്ങ സാധനം. ഇത് ജബോട്ടിക്കാവിടെ ഫുള്ള് ജബോട്ടിക്ക വേണ്ട. അത് വലിയ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കാനുള്ള പ്ലാന്റ്സ് ആണ്. അതിൽ റെഡ് ഹൈബ്രിഡ് ഉണ്ട്, പ്രിക്കോഷൻ ഉണ്ട്, സ്കാർലെറ്റ് ഉണ്ട്, സബാറ ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് അതിലേ കായ്ച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അവിടെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ കായ്ഫലം കഴിഞ്ഞ അതിനകത്ത് ഗ്രീൻ ക്രിസ്റ്റലൊക്കെ ഇതിനകത്ത് കാച്ചതാണ്. ഗ്രീൻ ക്രിസ്റ്റൽ കായ്ച്ചോ? എങ്ങനെയാണ് ടേസ്റ്റ് ഉള്ള? സാധാരണ ഇതാ ഗ്രീൻ ക്രിസ്റ്റൽ, ഇത് കാച്ചതായിരുന്നു. അതല്ലേ, ടേസ്റ്റ് ഉണ്ട് അതിന്? ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഇതിനൊരു സീസൺ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഈ ഒരു സീസൺ കഴിയുമ്പോൾ വീണ്ടും ഉണ്ടാവും. ഇവിടെ എവിടെയോ അതേക്കണം. ഇത് പ്രിക്കോഷൻ അത്. അത് ഈ അടിയിലൊക്കെ നന്നായിട്ടുണ്ടല്ലോ. ഇത് ഈ ചെടി കൊടുക്കാനുള്ളത് കൊടുക്കും? അതെ, ഇത് മോഹവലയാണല്ലേ? ഇത് ഇവിടെയും കായ്ച്ചിട്ടുണ്ടല്ലോ. ഇത് ഏതാ? റെഡ് ഹൈബ്രിഡ്. ഇത് നന്നായിട്ട് പൂക്കളുണ്ടായിട്ടുണ്ടല്ലേ? പൂക്കളുണ്ട്, കായാണ്. മൂന്നാമത്തെ സീസണാണ് അതല്ലേ? ഒരു പ്രാവശ്യം കായ്ച്ചു, അത് കഴിഞ്ഞിട്ട് പറിച്ചു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ. ഇതിപ്പോ കായുണ്ടോ? അവിടെ വരുന്നുണ്ടോ? വലിയ കായുണ്ടോ ഉള്ളില്?
അതെ എവിടെ? ആ ഇതിൻ്റെ കായ കുറച്ച് വലിപ്പമുണ്ടെന്നോ അല്ലേ എസ്കാർലെറ്റിൻ്റെ? പിന്നെ ഇതും കാശിനാണ് കേട്ടോ. അതെ അതെ അതെ. കിസാങ്ക ബാഗ്. ആ എങ്ങനെയുണ്ട് ടേസ്റ്റുള്ള? ആ ടേസ്റ്റുള്ള. ഇത് സ്റ്റാർ ഫ്രൂട്ട്, മധുരമുള്ള ടൈപ്പ്. തായ്ലാൻഡിൻ്റെയാണ് തോന്നുന്നത്. വിയറ്റ്നാം തായ്ലാൻഡ് അങ്ങനെയാണ് മധുരമുള്ളത്. ഇതെപ്പോഴും ഇങ്ങനെ പൂത്തോണ്ടിരിക്കുന്നോണം അല്ലേ? നന്നായിട്ട് പൂക്കും. ഏത് ഫുൾ ടൈം കായുണ്ട്. മാതളം. ഇത് സീഡ് ലൂബി നിറച്ച് കായ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഒരിത് കഴിഞ്ഞ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, കൊല്ല കുത്തിയായിരുന്നു. ഈ ഇതിലെല്ലാം കായായിരുന്നു. ആ ഇത് നിങ്ങൾ ലയറി ഉണ്ടല്ലോ ഇവിടെ. ഇത് പക്ഷേ വലിപ്പമുള്ളതല്ലാന്നുള്ളത് എന്നാറിൻ്റെ അല്ല? അത് എന്നാറിൻ്റെ അല്ല? അതെ എന്നാറിൻ്റെ. ഇത് ഇതുപോലെ നിറച്ചുണ്ടാവും തണ്ടില്, കൊല കുത്തി ഉണ്ടാവും. ഇതൊക്കെ എന്താ കൊടുക്കാനുള്ള ഇടയുള്ളത്? ഇത് കൊടുക്കാനുള്ളത്. ഇത് സീറ്റമ്പഴം ഉണ്ട്, പിന്നെ ഡാൻസൂര്യ, കംബോഡിയൻ ഓറഞ്ച് ജാക്ക്. ഓറഞ്ച് ജാക്ക്, അതായത് ഉള്ളിൽ ഓറഞ്ച് ചോള വരുന്നല്ലേ? അത് 1.5 വർഷം കൊണ്ട് കായ്ക്കും. അതന്നെയല്ലത് മച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെന്താ ഈ ചെടി? വെരിഗേറ്റഡ് മുസംബി. ഇത് മുന്തിരിപ്പേര. മുന്തിരിപ്പേരല്ലേ? ഇത് യെല്ലോ, സ്ട്രോബെറി യെല്ലോ. ഇതെന്ത് വിലയുണ്ട് ഈ പ്ലാന്റ്? ഇത് 250. ഇതോ? അത് 250. ഇത് മറ്റേ ചെറിയുടെ സീറ്റ്, അതായത് ബേക്കറി ചെറിയുടെ സീറ്റ് അല്ലേ? അതിപ്പോ പുതിയത് വരുന്നത്, ഇപ്പൊ എല്ലായിടത്തും കാണുന്നുണ്ട്. പിന്നെ ഇത് റെഡ് ലെമൺ ആണ് കേട്ടോ. ഇത് മാവുകൾ ഏതാണത്? മാവ് നാംടോക്കിയുടെ ഗോൾഡും ഗോൾഡും ഗ്രീനും. ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് കൊറിയർ ചെയ്യാലോ, വലിയ വലിപ്പമില്ലാത്ത ചെടികളത്. ഇതാ ബെൽ ചാമ്പല്ലേ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിലുണ്ടായിരുന്നു? ഇതുണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല റെഡ് ആയില്ല, അതുകൊണ്ട് ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. അതായി വരുന്നുള്ളത്. നല്ല വലിപ്പം വരുന്നു. നല്ല വലിപ്പം വരും, നല്ല ടേസ്റ്റുമാണ്. ഇതിപ്പം ഇവിടെ വന്നിട്ട് കഴിച്ചവരെല്ലാം ഇതിന്റെ തൈ കൊണ്ടുപോയിട്ടുണ്ട്. ഫ്രൂട്ടും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ലെയർ ചെയ്തെടുക്കുക. അത് ഞാവലല്ലേ? ഞാവല്, വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച്. ഇത് ബ്ലാക്ക് ഞാവല്. പിന്നെ ഇത് വിയന്നാറിന്റെ പേരാ. ഇത് കായ്ച്ചത്. ഇത് പറിക്കാറായി തോന്നല്ലേ? വന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് 3-4 എണ്ണമൊക്കെ ഉണ്ട്. ഇതല്ലാത്ത കായുണ്ട്. ഇത് അലഹബാദ് സഫേദ്. ഇതെന്താ ഈ ചെടി? ചെറിയാണത്? അല്ല, ഇത് നമ്മുടെ സ്ട്രോബെറി പേര റെഡ്. ഓക്കെ. അത് വേറൊരു സാധനം. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുക്കാണ്ട് വിട്ടുപോയൊരു സാധനം. ഇത് വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് പൈനാപ്പിൾ വൈറ്റ്. ഇത് വലിപ്പം കുറച്ച് കുറവാണ്, എഡിബിൾ ആണ്. ഇത് നമുക്ക് ഇതുണ്ട്, തൈക്കളുണ്ട് അതിന്റെ? തൈയുണ്ട്. ഇത് വെരിഗേറ്റഡ് പൈനാപ്പിൾ ആണ്. വെരിഗേറ്റഡ് പൈനാപ്പിൾ 2 ടൈപ്പ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഇതില് ഈ റെഡ് ജസ്റ്റ് ഇതിലൂടെ മാത്രം പോകുന്നു, റെഡ് സ്ട്രൈപ്പ് ചെറുതായിട്ട് പോണു. ഇതിന്റെ കളർ കൂടിയതും വേറെ ഉണ്ട്. അല്ല, ഇത് കായലും വെരിഗേറ്റഡ് തന്നെ? പൈനാപ്പിൾ അല്ല, പൈനാപ്പിൾ റെഡാ. അത് അപ്പുറത്തെ വേറെ ഒരെണ്ണം കാച്ചിക്കുന്നുണ്ട്. ഇതാണോ റെഡ്? ഇത് റെഡ് സ്ട്രൈപ്പ് കൂടിയതാ, മറ്റതുപോലെയല്ല. വെരിഗേറ്റഡ് തന്നെ വേറൊരു എണ്ണം. കഴിക്കാവുന്ന? ഇത് കഴിക്കാവുന്നത്. ഇത് സാധാ ബുഷ് ഓറഞ്ച് ആണ്. വെള്ളം കലക്കണല്ലേ? കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ഇതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് അതിന്റെ തൈയാണ്. ഇത് അത്തിയല്ലേ? അത്തിയുടെ കായ ആയിട്ടുണ്ട്. ഏതൊക്കെ? ഈജിപ്ഷ്യനാണ്? ഈജിപ്ഷ്യൻ. ഇതിന്ന് നമ്മൾ ലെയർ ചെയ്തെടുത്താട്ടോ പ്ലാന്റ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇത് ഇത്ര ചെറുതായിട്ട് വെക്കുന്നത്. ഇത് അബിയുവിന്റെ പ്ലാന്റ്സ് നമ്മുടെ അടുത്തുനിന്ന് തന്നെ സെറ്റ് ആക്കി വെക്കണതാണ് കേട്ടോ. ജെയിന്റും ഉണ്ട്, Z4 ഉണ്ട്. ചെറിയ ചെടി ഇതോ? അത് സൺറൂപ്പ്. സൺറൂപ്പ് നമ്മുടെ അടുത്ത് കാച്ചുണ്ടായിരുന്നു. പിന്നെ ഇത് ഗ്രൂമിച്ചാമയുണ്ട്. ഗ്രൂമിച്ചാമയും നന്നായിട്ട് കാച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഇതെല്ലാം ഇരിക്കുന്നത്. അത് തായ് 5. നന്നായിട്ടുണ്ടാവും. തായ് 5 ഉണ്ട്. ഇത് അലഹബാദ് സഫേദാണ് കേട്ടോ. തായ് 5 അത്. ഈ പേരല്ലേ?
എന്ത് വെട്ടിട്ടേക്കണത് ആവശ്യമില്ലാത്താണോ? ഇത് ഇന്നലെ മഴ പെയ്തു, നല്ല പക്ഷെ ഇതല്ലേ ഇടിയൻ ചക്കക്ക് പറ്റിയ സാധനല്ലേ? അത്ര ആയിട്ടില്ല. ഇത് പശുവിന് വെട്ടി കൊടുക്കാം. വിയറ്റ്നാം സൂപ്പർ എയർലിയാണോ? അല്ല, ഇത് ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾ അടിമാലിന്ന് ഒരു കുരു കൊണ്ടുവന്ന് നട്ട് അങ്ങനെ ഉണ്ടായ പ്ലാവാ. ഇതിന്റെ ചക്കയ്ക്ക് ഒരു പുളിമധുര, നല്ല ടേസ്റ്റ്. അതായത് ആ മാവ് കായ്ച്ചെടുക്കണത് അത് കുളമ്പ് നിറച്ച് കാച്ചിട്ടുണ്ട്. നല്ല വലിപ്പം വരില്ലേ? നല്ല വലിപ്പം വരും, നല്ല ടേസ്റ്റിയാണ്. പുഴുക്കേട് കുറവല്ലേ? പുഴുക്കേടില്ലാന്ന് തോന്നുന്നു. ഇല്ല, ജപ്പാൻ പേര തന്നെയല്ലേ റെഡ് ഡയമണ്ട്? അങ്ങനെ ഈ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നേ മാതിരി. ഇത് കാഴ്ചല്ലേ ഇവിടെ? അല്ല, ഫ്രൂട്ട് കഴിച്ചാൽ അതിന്റെ. ഇത് നമുക്ക് വേറെ പ്ലാന്റ് ഉണ്ട് ഡ്രമ്മില്. ഇത് മറ്റേ ഇതല്ലേ ഒളാസാപ്പല്ലേ? ഇത് കായ്ക്കാറുണ്ടോ അവിടെ? ഇത് കാച്ചില്ല. ഇവിടെ വാഴയുടെ ഒരു കൂട്ടായിരുന്നു, അപ്പൊ തണൽ കൊണ്ടാണോ കായ്ക്കാത്തതെന്ന് അറിയില്ല. അതുകൊണ്ട് അതൊക്കെ വെട്ടി ഇപ്പൊ നിർത്തിയേക്കുവാണ്. ഇതിന്റെ തൈക്കൾ എങ്ങനെ ലെയർ ചെയ്യുന്നുണ്ടോ അവിടെ? ഇത് നമ്മുടെ അടുത്ത് കായ്ക്കാത്തോണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ കാച്ച പ്ലാന്റ് ഉള്ളവരുടെ അടുത്തുനിന്ന് നമ്മളത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നിങ്ങളെ തായ്പിങ്ക് അല്ലേ? തായ്പിങ്ക് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കാരണം എല്ലാവരും വിചാരം ഇത് ഭയങ്കര പിങ്ക് ആണെന്നാണ് ഇതിന്റെ അകം. ഇതെന്താണ് ഇതിന്റെ സത്യാവസ്ഥ? നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു കൊടുക്കാം. തായ്പിങ്കിന് ശരിക്കും ജപ്പാൻ പേരയുടെ ഉള്ളിനേക്കാളും പിങ്ക് കളർ കുറവാണ്. ചിലപ്പോ അത് വൈറ്റ് തന്നെയായിട്ട് നിൽക്കും. അതാണ് പലരും ഈ പൊട്ടിച്ചിട്ട് വൈറ്റ് കളർ ആണല്ലോ എന്ന് പറഞ്ഞാണ് ഞാൻ ചോദിച്ചത്. എല്ലാ പേരകളിലും വൈറ്റ് ആയിരിക്കും കൂടുതൽ. ചില അപൂർവം ചിലയിൽ മാത്രം ഉള്ളിൽ ചെറിയൊരു പിങ്കിഷ് കളർ ഉണ്ടാവുള്ളൂ അല്ലേ? ലൈറ്റ് ആയിട്ട് പിങ്കിഷ് കളർ വരും. ഒരെണ്ണം ഒന്ന് പറിച്ചു നോക്കട്ടെ. ഇതിലിപ്പോ കണ്ടോ, ലൈറ്റ് ഷെയ്ഡില് ഉള്ളിൽ വന്നിട്ടുണ്ട്. വളരെ ലൈറ്റ്, അത് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ബാക്കി കംപ്ലീറ്റ് വൈറ്റ് ആണ്. അപ്പൊ ഈ തായ്പിങ്ക് പേര മേടിച്ച് വെക്കുന്നവർ ശ്രദ്ധിക്കുക. ഇത് പിങ്ക് എന്നും പറഞ്ഞ് മേടിച്ച് വെച്ചിട്ട് കാര്യമില്ല അല്ലേ? ഇത് പിങ്ക് ഒരിക്കലും വരില്ല. ജപ്പാൻ പേരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പിങ്ക് കളർ വരും. ഇത് കണ്ടോ, ഈ സെന്ററിലൂടെ ചെറിയൊരു പിങ്കിഷ് ഷെയ്ഡ് അങ്ങ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഉണ്ട്. പക്ഷെ ഇതിന് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ്. ശരിക്കും ഏറ്റവും നല്ല പേരയ്ക്കാന്ന് പറയുന്നത് ജപ്പാൻ പേരയാ. പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ പറയും തായ്പിങ്ക് എന്ന്. കാരണം ആ ഒരു ക്രിസ്പിനെസ് ശരിക്കും വരുന്നുണ്ട് ഇതിന് അത്ര. പക്ഷെ ജപ്പാൻ പേര എല്ലാം സെറ്റ് ആവത്തില്ല. ഇതാവുമ്പോ നന്നായിട്ട്. പിന്നെ കുരു കൂടുതലാണല്ലേ? കുരു മറ്റുള്ള മറ്റേ ജപ്പാൻ പേരനൊക്കെ അപേക്ഷിച്ച് കുരു കൂടുതലല്ലേ? കുറച്ച് നല്ല ക്രിസ്പി സാധനമാണോ? നല്ല ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും പറയണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ അർക്കാക്കിരണൊക്കെ മേടിച്ച് വെക്കണ മാതിരി ഇതിൻ്റെ അകം ഭയങ്കര ഭയങ്കര റോസ് കളർ ആയിരിക്കും എന്നുള്ള ധാരണയിൽ നിന്ന് മേടിച്ച് വെക്കണ്ട. ഇത് കറക്റ്റ് വന്ന് പറിച്ച് പൊട്ടിച്ച സാധനം വൈറ്റ് കളർ. ഇങ്ങനെ തന്നെ വൈറ്റ് തന്നെ വരുള്ളൂ. വളരെ ക്ലോസ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ചെറുതൊരു റോസ് കളർ. അല്ലെങ്കിൽ ഈ പേരൊക്കെ ഒന്നും കൂടെ നല്ല മൂത്ത് പഴുത്ത് അല്ല, പക്ഷെ ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു വെള്ളച്ചൊവ കയറി വരില്ലേ, അത് ഏത് പേരയ്ക്കായാലും നന്നായിട്ട് അങ്ങ് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ. ഇതിപ്പോ എത്ര നാളായി ഈ മരം? ഇതിപ്പോ 2-3 വർഷമൊക്കെ ആയതാ. നമ്മൾ നന്നായിട്ട് ലെയർ ചെയ്യുന്ന കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇവിടെ നല്ല വണ്ണമുണ്ട് തടിക്ക്. കുഴപ്പമില്ലല്ലോ, നല്ല ടേസ്റ്റ്. ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട തായ്പിങ്ക്. ജപ്പാനും ഇഷ്ടമാണ്, പക്ഷെ ജപ്പാൻ അധികം കിട്ടത്തില്ല. അപൂർവമായിട്ടുണ്ടാവുള്ളൂ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്ത് ഇതാവണം. പക്ഷെ തായ്പിങ്ക് ഓൾ ടൈം ആണ്, നിറച്ച് കായ്ക്കും. ഈ ഗ്രീൻ നന്നായിട്ട് വലിപ്പം വരുന്നുണ്ടോ? മീഡിയം വലിപ്പം അല്ലേ? പക്ഷെ നല്ല ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? നല്ല രുചിയുണ്ട്, നല്ല മധുരമുണ്ട്. ഇത് സീഡ്ലെസ്സോ? സീഡ്ലെസ്. നോട്ടെ. ഇത് പറിക്കാറായത്? ഇല്ല, പറിക്കാറായില്ലായിരുന്നു. ചൂട് കാരണം പൊട്ടിയതാണ്. നന്നായിട്ടുണ്ടായിട്ടുണ്ട് ഇതില്. ഇത് ഡ്രമ്മിൽ വെച്ചിരിക്കണത്. പിന്നെ ഇനി നമ്മൾ മണ്ണിൽ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, അത് തന്നെ ഇതിലും വലിപ്പം ഉണ്ട് കേട്ടോ. ഇത് സെഡാർ ബെച്ചറിയാണ്. ഇതാരും ഇവിടെ ഉപയോഗിക്കാനുള്ള അടിയിലൊക്കെ കുറെ വീണെടുക്കണ്ടല്ലോ. പക്ഷെ മക്കള് പറിച്ച് കഴിക്കണ്ട്. ഇതിന് വൈറ്റമിൻ സിയുടെ കണ്ടന്റ് കൂടുതലുണ്ട്. പിന്നെ ഈ സമയത്ത് നല്ല മധുരം ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വെള്ളച്ചോവ കയറി വരും. ഇതൊക്കെ നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകളാണ്. ഇത് അച്ചാച്ചെറുവിന്റെ പ്ലാന്റ്. പിന്നെ സ്റ്റാർ ഫ്രൂട്ട്. ഈ സൈഡ് ഇത് എവിയാർക്ക് നമ്മൾ പ്ലാന്റ് ചെയ്തേക്കണതാ. പിന്നെ കട്ട്നട്ടിന്റെ ഉണ്ട്, മാമി സപ്പോട്ട, ബ്ലാക്ക് സപ്പോട്ട, അബിയു. ഈ അബിയു ഇത് ജെയിന്റ് ആണോ? Z4 ഉണ്ട്, ജെയിന്റ് ഉണ്ട്. മട്ടോവ പർപ്പിൾ യെല്ലോ അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ ഇത് E35ന്റെ സീസർ ആണ് കേട്ടോ. E35 തന്നെ സീസർ ആയിട്ട് അങ്ങനെ വരുന്നുണ്ടല്ലേ? നല്ല വലിപ്പം ഉണ്ടാവും. 10 1 കിലോ വരാൻ പാകത്തിന് ഉണ്ടാവും.
അല്ലാതെ ഈ 35-ന്റെ പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇത് ഫുൾ സീസണിന്റെ പ്ലാന്റ്. ഇതെന്താ ഞാവലോ? ആ ഞാവൽ. വൈറ്റ്? ആ വൈറ്റ് ഞാവല. കാച്ചോടെ പൂത്തിട്ടുണ്ട് ഇവിടെ. ഇത് പുളി. ഏത് കൊടംപുളി? ആ ഇത് ക്രാഫ്റ്റഡ് ആയിരിക്കും അല്ലേ? പിന്നെ അത് ഇൻഡർസിമംഗള. ഇത് ഇതിന്റെ അകത്ത് കൊടുക്കാനുള്ളല്ലേ? ജബോട്ടിക്കാബയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഒരുവിധം വലിപ്പം വന്ന പ്ലാന്റുകളാണ്. റേറ്റ് ഇത് 300. പിന്നെ ജാതിയുടെ വെറൈറ്റികളുണ്ട്. ശ്രീലങ്കൻ, വിശ്വശ്രീ, കേരളശ്രീ, അങ്ങനെ സിന്ധുശ്രീ. ഇത് ലോങ് അല്ലേ? ആ ലോങ്ങിന്റെ വെറൈറ്റികൾ. ഇതില് റൂബിയും വൈറ്റ് ലോങ് വേറെ ഉണ്ടോ? പിങ്ക് പോങ് ഒക്കെ ഉണ്ടോ? പിങ്ക് പോങ് ഉണ്ട്, ഡയമണ്ട് റിവർ ഉണ്ട്, 4 സീസൺ ഉണ്ട്. അതെന്ത് വില വരുന്നുണ്ട് ആ വൈറ്റ് ലോങ്ങിനൊക്കെ? വൈറ്റ് ലോങ് 1000. പിന്നെ ഇത് കെൽഡാൻ, മെൻഡാവ, പിങ്കൻ. പിന്നെ ഇത് അവക്കാഡോയുടെ ട്രോപ്പിക്കലും ഉണ്ട്, പൊള്ളോക്ക് ഉണ്ട്. പിന്നെ മൂട്ടിയുടെ സീഡ് മൂട്ടി, ഡൈസ് മൂട്ടി, അങ്ങനത്തെ 2 വെറൈറ്റി ഉണ്ട്. അതൊക്കെ എന്താ ജാതിയാ? ആ ജാതി. ഇവിടെ ഒരു മഴത്തുള്ളി മരത്തെ ജാതി ഉണ്ടായിരുന്നല്ലോ, അതിന്റെ തൈകളുണ്ടോ അവിടെ? ഫാബിന്റെ തൈ ഉണ്ട്. ഉണ്ടല്ലേ? അതിപ്പോ സെയിലിനായിട്ട് വന്നിട്ടില്ല, നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മാവുകളല്ല ഇരിക്കുന്നൊക്കെ? മാവിന്റെ നമ്മൾ പ്ലാന്റ് ചെയ്തേക്കണതാണ്. മഹാചാനക്ക പൂത്തേക്കണത്. ഏതത്? മഹാചാനക്ക. ആ അത് വെസ്റ്റ് ബംഗാളിനാണ്. ഇത് നമ്മൾ ലെയർ ചെയ്ത് വെച്ചേക്കണ ഗ്രീൻ ചാമ്പ പൂത്തി കിടക്കുന്നുണ്ട്. ഏത് വലിയ ടൈപ്പാ? ആ ഗ്രീൻ ചാമ്പ ഇപ്പൊ അവിടെ. ആ വലിയ ചാമ്പടല്ലേ? അത് ഇതാണ് അതിന്റെ തൈകള്. ഈ വലിപ്പമുള്ളതാണ്, അത് പൂത്തുണ്ട്. പുലാസന. ഇതൊക്കെ ചാമ്പകളാ? ആ ചാമ്പകളാ, നമ്മുടെ അടുത്തുനിന്ന് ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാ. ഇത് ദിൽഹരി കേട്ടോ, ദിൽഹരി ഉമ്മറുമാണ്. ഇത് ദിൽഹരി, അത് ഉമ്മർ. ഇത് ഉമ്മർ. ഇത് പൂത്തിട്ടില്ല, പൂത്തു പക്ഷെ കായ സെറ്റായില്ല. ഇതില് കായ സെറ്റായിട്ടുണ്ട്. ഇത് ഡൽഹരിയോ? ആ ദിൽഹരി. ആ അതെ, ഇവിടെ നല്ല കൊലയായിട്ട് കിടക്കണ്ട കേട്ടോ. ആ പക്ഷെ ഇത് നല്ല വലിപ്പം വരും. താഴത്തെ വലിപ്പമുണ്ട്. ഇത് വലിപ്പം ആവൂ ഇനി, ഇങ്ങനെ വന്നിട്ട് വലിപ്പമാവണത്. ഇത് വ്ളാത്താങ്കര ചീരയാണ്. ആ തിരുവനന്തപുരംകാരുടെ ചീരയാണ്. വ്ളാത്താങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് തങ്കയ്യൻ എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഇത് ചെയ്തതാണ്. ആ ഈ ചീരയുടെ പ്രത്യേകത എന്ന് വെച്ചാ ഇത് നന്നായിട്ട് ഇല നല്ല വലിപ്പത്തിലുണ്ടാവും, നല്ല റെഡ് കളറായിരിക്കും. പിന്നെ ഈ ചീര നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ പിന്നെ ശിഖരങ്ങൾ വരും, പിന്നെയും വലുതാവും. അങ്ങനെ ഇത് 1 വർഷമൊക്കെ പൂക്കാതെ നിർത്താം നമുക്ക്. ഡ്രാഗണൊക്കെ ഇപ്രാവശ്യം കാച്ചു തുടങ്ങിയില്ല. മലേഷ്യ റെഡ് മാത്രമേ പൂ കിട്ടുള്ളൂ. പിന്നെ ലിസ പൂ കിട്ടു, ബാക്കിയെല്ലാം ആയി വരണേ ഉള്ളൂ. ഇവിടെ മറ്റേ ഇതുണ്ടായിരുന്നല്ലേ ബേറാപ്പിൾ റെഡ്? അത് ഇപ്രാവശ്യം കായ്ച്ചില്ല. ഈ പ്രാവശ്യം പൂവെല്ലാം ചാടിപ്പോയി. ഇപ്പൊ ഒരു കായ പിടിച്ചിട്ടുണ്ട്, ഇനി അടുത്ത പൂവ് ആയി വരണു. ഇതല്ലായിരുന്നു പ്ലാന്റ്? ആ ഇതായിരുന്നു പ്ലാന്റ്. ഇത് കായ ആയി വരണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ നിറയായിരുന്നു. ഇത് എന്താ ചെറിയത്? സൂറിനാം ചെറിയ. ഇത് പൂത്തതാണ് കേട്ടോ ഇപ്രാവശ്യം. ആദ്യം അവിടെ ചാമ്പുണ്ടല്ലോ, ഡൽഹരി. ആ കവറിട്ട് വെച്ചിട്ടുണ്ടല്ലോ. കിളി കൊത്തും, പിന്നെ പുഴു കയറും. അതൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി നെറ്റ് നമ്മൾ വാങ്ങിച്ചത് ഇതാണ്. ഇത് നല്ല മെറൂൺ ഷെയ്ഡ് ആയാലാണ് ഇതിന് കറക്റ്റ് ഉള്ളിൽ ആ റെഡ് കളർ കയറി വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തേക്കുവാണ്. ഇത് കഴിക്കാൻ പറ്റില്ല എന്നുണ്ട്. നമ്മള് പേരയ്ക്കും ഒക്കെ ഇത് യൂസ് ചെയ്യണത്. ഇതാണ് കറക്റ്റ് ഡൽഹരി. ഇത് തായ്ലൻഡ് റെഡ് ചാമ്പ്യാണ് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് കാച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ വർഷം തന്നെ 3ാമത്തെ പ്രാവശ്യമാണ് കായ്ക്കണത്. നല്ല കൊലയായിട്ട് എടുക്കണം. ഇത് ശരിക്കും മെറൂൺ ഷെയ്ഡ് ആകുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മൾ ഇതിന്ന് കേട്ടോ ആ വലിയ പ്ലാന്റ് ലെയർ ചെയ്തിട്ടേക്കണേ മേൽഭാഗത്തുനിന്ന്. ഇതിന്റെ തൈകളുണ്ടല്ലോ ഇവിടെ? ഇതിന്റെ തൈകളുണ്ട്. ഇതിന്റെ ഈ സാധാരണ ഇതിന് ചെറിയ വെള്ളച്ചവ ഉണ്ടെന്നൊക്കെ ചിലര് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഈ ഇത് കഴിച്ചിട്ട് ഇതിന്റെ പ്ലാന്റ് വാങ്ങിച്ചിട്ട് എല്ലാരും പോകാറ്.
നമുക്കിത് അത് പൊട്ടിക്കണം അല്ലായിരുന്നു ഒരു കൊല എടുക്കണ്ട മുകളിൽ അത് നല്ല വലിപ്പമായില്ലേ? ആ അത് നല്ല വലിപ്പമായി, അത് പറിക്കാം. ഇതാണ് ഇപ്പോൾ തായ്ലൻഡ് റെഡ് ചാമ്പ. ഇത് വെരിഗേറ്റഡ് ചാമ്പയാണ്. കണ്ടില്ലേ ഇല പച്ചയും മഞ്ഞയും കൂടിയിട്ടാണ് കളറ്. ഇത് നല്ല ടേസ്റ്റ് ചാമ്പയാണ് കേട്ടോ. ഇതിപ്പോ കായുണ്ടല്ലോ? കായുണ്ട്. ഇത് പഴുത്തത് കഴിഞ്ഞ ദിവസം പറിച്ചതാ. അതെ ഇപ്പോൾ കായ്ക്ക് വലിപ്പം വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഷേപ്പൊക്കെ തന്നെ വരും. ഇത് വെരിഗേറ്റഡ് എന്ന് പറയുമ്പോൾ ചാമ്പക്ക വെരിഗേറ്റഡാ? അല്ലല്ല, ചാമ്പക്ക റെഡ് കളറാ. ഓ ശരി. ഇത് നമുക്ക് വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഓർണമെന്റലായിട്ട് വെക്കാനും നല്ലതാ. പിന്നെ നല്ല ടേസ്റ്റ് ഉള്ള ചാമ്പയാണ്. നല്ല കൊലകുത്തി ഉണ്ടാവും. ഈ പച്ചയുടെ ഇടയ്ക്ക് ഇങ്ങനെ റെഡ് കളർ ഉണ്ടായി കിടക്കുമ്പോൾ നല്ല സീഡ്ലെസ് ലെമണാണോ? ലെമണാണ്, പക്ഷെ ഇത് നല്ല വലിപ്പമുണ്ട്. അതെനിക്ക് തോന്നി മണ്ണിൽ നട്ട കാരനായിരിക്കും. ആയിരിക്കും. മീൻ കിട്ടുന്നേക്കാളും. പിന്നെ അടുത്ത കൊല അടിയിലൊക്കെ കിടക്കുന്നു. അടിയിലുണ്ട്. ദേ കൊലകൾ വേറെ ഈ സൈഡ് ഉണ്ട്. ആക്കെ നല്ല വലിപ്പമല്ലോ. ഏകദേശം ഒരു 250ഓളം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ടല്ലേ ഇപ്പൊ? അതിൽ ഒരുവിധമൊക്കെ കായ്ച്ചെന്നുള്ളൂ. പല സ്ഥലങ്ങളിലും കായ്ക്കാത്ത സാധനങ്ങളൊക്കെ കായ്ച്ചു. ഇപ്പൊ സീസൺ ഈ കൂടുതലും ഇതൊക്കെയാണ് അല്ലേ? റംബുട്ടാന്റെ ഒക്കെ ഫ്ലവറിങ്. റംബുട്ടാനൊക്കെ ഫ്ലവർ ചെയ്ത് വന്നു. മാങ്കോസ്റ്റും പഴുക്കാൻ തുടങ്ങണു. അങ്ങനെ പിന്നെ മാവൊക്കെ പൂത്തു തുടങ്ങി. ഇപ്പൊ നമ്മൾ ഈ കണ്ട ചെടികളിലൊക്കെ ഒരുവിധം തൈകളുണ്ട് ഇപ്പൊ കൊടുക്കാൻ. തൈകളുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ജൈവ രീതിയിലുള്ള വളങ്ങളാണ് കേട്ടോ. പിന്നെ ജീവാമൃതം യൂസ് ചെയ്യുന്നുണ്ട്. കോഴിവളം നമ്മൾ കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റേ ചാണകം കമ്പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പൂർണ്ണമായിട്ട് ജൈവമാണ്, രാസമൊന്നും ഉപയോഗിക്കണല്ലോ? ഇല്ല, ഫുൾ ജൈവമാണോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വളം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല എഫക്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാ പ്ലാന്റിനും കഴിഞ്ഞ ദിവസം ഫംഗസ്, ഡ്രാഗണിനൊക്കെ ഫംഗസ് വന്നിട്ട് ഞങ്ങൾക്ക് ആ മരുന്ന് യൂസ് ചെയ്തിട്ട് നല്ല എഫക്റ്റാണ് ഉണ്ടായത്. ഞങ്ങൾക്കൊരു 80% ഞങ്ങൾക്ക് അത് നന്നായിട്ട് മാറ്റാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ഇത് വളം യൂസ് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ ചെടി ഗ്രോത്ത് ആവാനും പുതിയ തളിരില വരാനും ഒക്കെ നല്ല എഫക്റ്റാണ് ഈ വളങ്ങൾ. ഇതിൻ്റെ പ്രോം എന്ന് പറഞ്ഞൊരു വളവും പിന്നെ റൂട്ട് ഗാർഡ്, അത് റൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ളതും പിന്നെ മണ്ണിരേനെ മണ്ണിൽ ഉണ്ടാക്കാനായിട്ടുള്ള വളങ്ങൾ, അങ്ങനെയൊക്കെയാണ് കൂടുതലും ഈ ഇത് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് വളരെ കുറച്ച് മതി. 100 ഗ്രാമൊക്കെ മതി ഒരു പ്ലാന്റിന്. എത്ര ഡ്യൂറേഷനിൽ കൊടുക്കണം? 1 മന്തോ? അത് 2 മന്ത് അല്ലെങ്കിൽ 3 മന്ത് ഡ്യൂറേഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. പെട്ടെന്ന് ഗ്രോത്ത് പെട്ടെന്ന് അറിയാൻ പറ്റും. നല്ല നന്നായിട്ട് ഗ്രോത്ത് അറിയാൻ പറ്റും. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ചക്കുള്ളിൽ തളിരെല്ലാം വന്നിരിക്കും എന്തായാലും. പിന്നെ ഇപ്പം ഈ ഫ്രൂട്ട് തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് ഇതിപ്പം 3ാമത്തെ പ്രാവശ്യമാണ് ഈ പ്രാവശ്യം കായ്ക്കണേ. ഈ ഒരു സീസണിൽ തന്നെ 3ാമത്തെ പ്രാവശ്യമാണ് കായ്ക്കണത്. സാധാരണ എല്ലായിടത്തും ഫ്രൂട്ട് നല്ല ഈ തൈറോയിഡിന് പറയാറുണ്ട് ഒരു വെള്ളച്ചൊവ്വയാന്ന്. അത് കുറച്ചൊക്കെ നമ്മൾ നനയ്ക്കണേൻ്റെ ഉണ്ട് കേട്ടോ. ചാമ്പയ്ക്ക് നമ്മൾ അധികം നന കൊടുക്കണ്ട. പിന്നെ നമ്മൾ ഈ വളങ്ങളാണ് എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ രാസവളം ഉപയോഗിക്കണില്ല, അതിൻ്റെ ഉണ്ടാവും. എന്തായാലും നമുക്ക് നല്ല റിസൾട്ടാണ്. അപ്പം നമ്മുടെ അടുത്ത് വന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ പ്ലാന്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഓക്കെ, താങ്ക് യു. ശരി.